വിഘ്നേശ്വരായ നമുക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ആ നക്ഷത്രത്തിന്റെ ഗുണഫലങ്ങൾ ഇന്ന് തുടങ്ങുന്നു. അത് നിങ്ങൾക്കറിയാം, ആ നക്ഷത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ്. രാശിപ്രകാരവും ജാതകപ്രകാരവും ഒക്കെ അങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അത്തം നക്ഷത്രത്തെ കുറിച്ചുള്ള ഗുണഫലങ്ങളാണ് പറയുന്നത്. അച്ചടക്കവും ഇഷ്ടപ്പെടുകയും എല്ലാ പ്രശ്നങ്ങളെയും വിവേകത്തോടെ കാണുകയും ചെയ്യുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. തീക്ഷ്ണ ബുദ്ധി ഉള്ളതിനാൽ വളരെ പുതിയ ആശയങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകാനുള്ള സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് 2024 തുടക്കം കുറിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ അത്തം തുടങ്ങുന്നതോടുകൂടി അവരുടെ മാറ്റങ്ങൾ ഭയങ്കരമാണ്. അതുപോലെ തന്നെ എപ്പോഴും എന്തിനും ഏത് കാര്യത്തിലും പെട്ടെന്ന് തന്നെ ഇറങ്ങിത്തിരിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാര്. സ്വഭാവത്തിൽ ശാന്തരാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തിൽ ഒരു ആകർഷണമൊക്കെ ഉള്ളവരാണ്. സന്തുഷ്ടരും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നവരൊക്കെയാണ്. അവർക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ, വീട് വെക്കുവാനുള്ള അവസരങ്ങൾ, ചിലർക്ക് ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹങ്ങൾ ഒക്കെ ഈ ഓണം അടുപ്പിച്ചൊക്കെ വരാൻ പോകുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വസ്തുക്കൾ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കൽ, കൃഷി സംബന്ധമായ ഉയർച്ചകൾ, ബിസിനസ് ചെയ്യുന്നവർക്ക് മറ്റു രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റിയ സമയമാണ്. കുട്ടികളാണെങ്കിൽ പഠിക്കുന്നവർക്ക് വളരെ മേന്മയുള്ള സമയമാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സമയങ്ങളൊക്കെ ശരിയായിരിക്കുന്നു. ജോലി കിട്ടുവാനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചവർക്ക് നല്ല അവസരങ്ങൾ വന്നു വരുന്നു. അത്തം നക്ഷത്രത്തിൽ പെടുന്ന സ്ത്രീകൾക്കും നല്ല സമയമാണ്. അവരുടെ വിവാഹങ്ങളൊക്കെ മുടങ്ങിയിരുന്നവർക്ക് നല്ല വിവാഹ യോഗമുള്ള സമയമാണ്. പുരുഷന്മാർക്ക് വിദേശ വാസയോഗ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ കർമ്മഫലങ്ങളിൽ അവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ അത്തം തുടക്കം മുതൽ തന്നെ. 2024 നല്ല ഫലങ്ങളാണ് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത്. മനോബലം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ കഴിയാതിരുന്നവർക്ക് ഇനി അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനുള്ള സമയമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ മുഖേന വലിയ നിലയിൽ എത്തിച്ചേരുവാനുള്ള സമയമാണ്. എങ്ങനെയൊക്കെ ജോലി ചെയ്താലും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു പ്രത്യേക സമയമാണ് ഇനി അങ്ങോട്ട് ഈ അത്തം മുതൽ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. ഓണക്കാലമൊക്കെ നല്ല അവസരങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള കുടുംബ ജീവിത സന്തോഷമൊക്കെ നിങ്ങൾക്കുണ്ടാകും. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുക, ശനിക്ഷേത്രങ്ങളൊക്കെ പൂജ നടത്തുക, ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക, പിതൃതർപ്പണങ്ങളൊക്കെ നടത്തി കർമ്മങ്ങളൊക്കെ നടത്തി പിതൃക്കളെ സംതൃപ്തരാക്കുക എന്നുള്ളതൊക്കെ വേണ്ടുന്നതാണ്. സാധാരണ നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയമല്ല ഇനി. എങ്കിലും പണമൊക്കെ ശരികൂട്ടി വെക്കുന്നവർ അതുപോലെ തന്നെ വളരെ നിയന്ത്രിച്ച് വേണം ചെലവഴിക്കുവാനും. മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ കലാകാരന്മാർ, കലാകാരികൾ എന്നുള്ളവർക്ക് ഏറ്റവും നല്ല അവസരമാണ്. കൂടാതെ സംഗീതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ സിനിമ സീരിയൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഉന്നതമായ പദവിയിലെത്തുവാനുള്ള അല്ലെങ്കിൽ ഉയർച്ചയിലെത്താനുള്ള ഒരു നല്ല നേട്ടങ്ങൾ വരാനുള്ള സമയമാണ്. കലാപരമായി പല കാര്യങ്ങളിലും ഇടയ്ക്ക് നിന്ന് പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ അത്തം നക്ഷത്രക്കാർ പ്രഗത്ഭരാണ്. അതുപോലെ തന്നെ കുടുംബവുമായി വിദേശ വാസയോഗമൊക്കെ കാണുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ പോകുന്നതും നിങ്ങളുടെ ജാതകപ്രകാരം ഏറ്റവും നല്ലതാണ്. ശനീശ്വര പൂജയും അതുപോലെ ഗണപതി ഹോമങ്ങളും ഒക്കെ നടത്തണം. ശനി ദശയൊക്കെ മാറി വരുന്ന ഒരു സമയമാണ്. അതൊക്കെ ആ ഒരു ദോഷപരിഹാരങ്ങൾ ചെയ്താൽ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകും. ശാരീരികമായി എപ്പോഴും ചുറുചുറുക്കോടെ ഇരിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ അത്തം നക്ഷത്രത്തിന് സന്തോഷപരമായ പ്രകൃതവും കൂടിയാണ്. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും മക്കളോടും ഒക്കെ സ്നേഹം ഉണ്ടാകും. അതുപോലെ തന്നെ ജോലിയിൽ പൂർണ്ണമായി അച്ചടക്കം പിന്തുടരാൻ കഴിയുന്ന സമയമാണ്. എല്ലാവരോടും വലിയ ഇഷ്ടത്തോടെ പെരുമാറാൻ ശ്രമിക്കണം എന്ന് മാത്രം. അതുപോലെ സ്വർണ്ണപ്പണി, കൈത്തൊഴിൽ കൂടാതെ കച്ചവടക്കാർ, കായികാഭ്യാസി എന്നുള്ളവർക്ക്, പേപ്പർ നിർമ്മാണ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും, അച്ചടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും, ഷെയർ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും, പാക്കേജിംഗ് ജോലിയിലും, അതുപോലെ കട, ക്ലാർക്ക്, ബാങ്കിംഗ്, ടൈപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച ജോലികൾ, ഡോക്ടർ, സൈക്കോളജിസ്റ്റ്, അതുപോലെ ജോത്സ്യൻ, വ്യത്യസ്തമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, പൂന്തോട്ട കൃഷിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്ത, വായന, ജേർണലിസം കൂടാതെ മറ്റു സെറാമിക് സംബന്ധമായ മേഖലകൾ മുതലായവയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല സമയമാണ്. കുടുംബജീവിതം, ശ്രേഷ്ഠമായ ദാമ്പത്യ ജീവിതം നിങ്ങൾ ആസ്വദിക്കുന്നവരാണ് എന്ന് തന്നെയാണ് അത്തം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറിക്കിട്ടും. അതുപോലെ ജീവിത പങ്കാളിക്ക് നല്ല സ്വഭാവം ഉണ്ടായിരിക്കുന്നവരാണ്. മിക്കവാറും നിങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല അനുകൂലമായ സമയങ്ങളാണ്. പഠിത്തത്തിൽ മേന്മയും അതല്ലെങ്കിൽ ഉപരിപഠനത്തിനുള്ള ആവശ്യങ്ങൾ, നിങ്ങൾ പറഞ്ഞതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ അത്തം തുടക്കം മുതൽ നല്ല അവസരങ്ങളാണ്. ഓണക്കാലം വരികയാണ്. അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും ചിങ്ങമാസത്തിൽ കടന്നു പോകുമ്പോൾ തന്നെ അത്തം നക്ഷത്രക്കാരുടെ ജീവിത രീതികൾ വലിയ മാറ്റമുണ്ടാകും. പണം പല രീതിയിൽ ലഭിക്കുന്ന ഒരു അവസരമാണ്. കിട്ടാതിരുന്ന സാമ്പത്തികം, അതുപോലെ തന്നെ പിതൃക്കളുടെ സ്വത്തുക്കള്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്വത്ത് വകകളൊക്കെ തിരികെ കിട്ടും. ഒരു വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഇനി അങ്ങോട്ട് അത്തം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ വളരെ ഉയർച്ചയിലേക്ക് എത്തുവാൻ പരിശ്രമിക്കുന്നവർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. സർക്കാർ ജോലിക്കായി ശ്രമിച്ചു അപേക്ഷകളൊക്കെ അയച്ചു കാത്തിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. കാരണം ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട
എഴുത്തുകുത്തുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാം. അതുപോലെ തന്നെ തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലി അപേക്ഷിച്ചിരുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ്. മറ്റു ജോലികളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എന്ത് കാര്യത്തിന് ഇറങ്ങി ചെന്നാലും അവസരങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ അത്തം തുടക്കം മുതൽ. അതുകൊണ്ട് കൃത്യമായ പൂജയും കർമ്മങ്ങളും ഈശ്വര വിശ്വാസവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ആവേശമൊക്കെ കുറച്ച് സംസാരിക്കുകയും അതുപോലെ മിതമായ ഭാഷകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയും പൊതുജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കൊരു ഇഷ്ടമായ കാര്യങ്ങളൊക്കെ നടക്കും. അവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കും. രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലൊക്കെ തിളങ്ങാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അതുപോലെ തന്നെ കലഹങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. സാധാരണ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്ന സമയങ്ങളൊക്കെ മാറി ഇനി അത്തം മുതൽ നല്ല ഒരു സമയമാണ് 2024 നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഊർജ്ജസ്വലമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ പോകണം എന്നല്ല, നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ സമ്പാദിച്ച് നല്ല അടിസ്ഥാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ സാമ്പത്തികങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെക്കുന്നവരാണ്. ഇൻഷുറൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെല്ലാം ബാങ്കിങ് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായി ചെയ്തു വെക്കും. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുമുണ്ട്. അച്ഛനോടും അമ്മയോടും ഒക്കെ വല്ല സ്നേഹമായിരിക്കും. സഹോദര തുല്യരായ ആൾക്കാരെ ഒപ്പം കൂട്ടുകയും അവരുടെ വർത്തമാനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടായിരിക്കും മുന്നോട്ട് പോയ കാര്യങ്ങളും അവർ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മാനസികം ശാരീരികമായി എപ്പോഴും അവര് ചെറിയൊരുപോടെ കസരിപ്പോടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അത്തം നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടി നല്ല ജോലിയൊക്കെ ലഭിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. പുരുഷന്മാർക്ക് വിവാഹങ്ങളൊക്കെ മുടങ്ങിയിരുന്നവർക്ക് ഇനി നല്ല സമയങ്ങളാണ്. നല്ലൊരു വധുവിനെയും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ കിട്ടും. ഒരു വിവാഹത്തോടു കൂടി നല്ലൊരു നിലയിൽ എത്തിച്ചേരാനുള്ള സമയമൊക്കെ അത്തം നക്ഷത്രക്കാർക്കുണ്ട്. സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉദ്യോഗവും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയാണ്. നല്ലൊരു കുടുംബത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ കഴിയും. പ്രേമ വിവാഹങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന പോലെ അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം നടക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് അത്തം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത്. അത്തം നക്ഷത്രം ഏറ്റവും നല്ല ഒരു ശുഭലക്ഷണമുള്ള നക്ഷത്രമാണ്. അതൊക്കെ നിങ്ങൾ ആ കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു നിലയിൽ എത്തിച്ചേരാൻ പറ്റും. അത്തം നക്ഷത്രത്തിന് ഇനി ഏറ്റവും നല്ല സമയങ്ങളാണ്. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും അത് മാറി മാറി വരും. അതിന്റെ ഐശ്വര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതായത് ഇത്രയും നേരം നിങ്ങൾ ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇനിയും അടുത്ത ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്താം. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം.